നമസ്കാരം. അമ്പാടി വിഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാണക്യതന്ത്രങ്ങളെന്ന് നാം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എന്നാൽ എന്താണ് ചാണക്യതന്ത്രം? ജീവിത വിജയത്തിന് അത് നിങ്ങളെ സഹായിക്കുമോ? ബുദ്ധിശക്തിയും തന്ത്രവും ഉണ്ടെങ്കിൽ ആർക്കും ജീവിതത്തിൽ വിജയിക്കാം. മാത്രമല്ല, അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നതിന് ചാണക്യനേക്കാൾ മികച്ചൊരു വ്യക്തി ലോകത്തില്ല എന്ന് തന്നെ പറയാം. ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവാണ് കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെടുന്ന ചാണക്യൻ മൗര്യ സാമ്രാജ്യത്തിന്റെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേശകരിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ചാണക്യൻ. ഇപ്പോഴും ജീവിത വിജയത്തിനും ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾക്കും വേണ്ടി ചാണക്യന്റെ ചില തന്ത്രങ്ങൾ ഇന്നും പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ് ആ ജീവിത വിജയത്തിന് ഉതകുന്ന ആ തന്ത്രങ്ങളെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. എപ്പോഴും വാക്കുകൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ചിന്തിക്കുക. അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ധൃതി പിടിച്ച് ഒരു തീരുമാനവും എടുക്കരുത്. അത് നിങ്ങൾക്ക് പിന്നീട് തിരുത്താൻ സാധിച്ചെന്ന് വരില്ല. അത് ജീവിതത്തിൽ വിജയം നേടുന്നതിന് അടിസ്ഥാനമായി ഓർക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ക്ഷമയോടെയും വിവേകത്തോടെയും മാത്രം പ്രവർത്തിക്കുന്നതിന് ശ്രദ്ധിക്കുക. അല്ലാത്തപക്ഷം അത് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാം. സ്വയം അച്ചടക്കം പാലിക്കാം. അച്ചടക്കമില്ലാത്ത ജീവിതം ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അതുമാത്രമല്ല, ഇവർ എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സ്വയം അച്ചടക്കം പാലിക്കുകയും ആത്മനിയന്ത്രണം വരുത്തുകയും ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും വിജയവും സന്തോഷവും പ്രദാനം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ദിനചര്യയായാലും ജോലിയിലായാലും ഏത് കാര്യത്തിലായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അറിവാണ് യഥാർത്ഥ ശക്തി. എന്തൊക്കെയുണ്ടായാലും വിദ്യാഭ്യാസവും അറിവുമുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്തി. അതിനു മുന്നിൽ പണവും പ്രതാപവും ഒന്നുമല്ല. ഇവ രണ്ടുമുണ്ടെങ്കിൽ പണം ഉണ്ടാക്കുന്നതിനുള്ള വഴിയും തെളിയുമെന്നാണ് ചാണക്യൻ പറയുന്നത്. നിമിഷ നേരം കൊണ്ട് മാറി മറിയുന്ന ലോകത്തിൽ എപ്പോഴും വിവേകവും വിവരവുമുള്ള വ്യക്തിയായിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുവഴി കാര്യങ്ങൾ മനസ്സിലാക്കുകയും മത്സരത്തിൽ വിജയിക്കുകയും ചെയ്യുക. സുഹൃത്തുക്കളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും വിവേകത്തോടെ തിരഞ്ഞെടുക്കുന്നതിന് ശ്രദ്ധിക്കുക. ഒരാളുടെ വിജയത്തിൽ അസൂയപ്പെടുന്ന തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും അവരെ കൂട്ടുകൂടരുത്. അത് നിങ്ങളുടെ ജീവിതം താറുമാറാക്കും എന്നത് മാത്രമല്ല, പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രവൃത്തികളിലൂടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നല്ല സൗഹൃദങ്ങളെ തിരഞ്ഞെടുക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ് വാക്കിൽ ഉറച്ചു നിൽക്കുക. ഇടയ്ക്കിടെ വാക്കുമാറ്റുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. കാരണം അത് നിങ്ങളുടെ ജീവിതത്തെ തകർക്കും എന്ന് മാത്രമല്ല, ഒരിക്കലും പുരോഗതിയും ഉണ്ടാവുകയില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് വാക്കുമാറാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന നൽകണം എന്നാണ് ചാണക്യൻ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.